വയനാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രാ പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം. താമരശ്ശേരി ചുരത്തിലൂടെ ഒരു നിരയായി ചെറിയ വാഹനങ്ങൾ കടത്തിവിടും. മഴ കനത്താൽ വീണ്ടും ഗതാഗതം നിരോധിക്കുമെന്ന് കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. വിദഗ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷമാകും തുടർ നടപടി. ഇടവിട്ട മഴ വയനാട്ടിൽ തുടരുന്നുണ്ടെങ്കിലും ചുരം വഴിയുള്ള ഗതാഗത നിരോധനത്തിന് താൽക്കാലിക അയവ് വന്നു എന്നുള്ളത് മാത്രമാണ് ഏക ആശ്വാസം. മന്ത്രിതല അവലോകന യോഗത്തിന് ശേഷമാണ് കോഴിക്കോട് ജില്ലാ കലക്ടർ ഇന്ന് മണ്ണിടിച്ചിൽ പ്രദേശം സന്ദർശിച്ചത്. ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം തുടരുന്നുണ്ടെങ്കിലും ചെറുവാഹനങ്ങൾക്ക് ചുരത്തിലൂടെ കടന്നുപോകാം. മണ്ണിടിച്ചിൽ ഗൗരവമുള്ളതാണെങ്കിലും തുടർ അപകട സാധ്യത കുറവെന്ന വിലയിരുത്തലിലാണ് തീരുമാനം. അതേസമയം ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ ലക്കിടിയിലും അടിവാരത്തും തടഞ്ഞിട്ടിരിക്കുകയാണ്. ഈ ഹെവി ട്രക്സ് അലൗ ചെയ്യുമ്പോൾ പിന്നെ കുറച്ചൊരു റെസ്ട്രിക്ഷൻ ഉണ്ടാവേണ്ട ആവശ്യമുണ്ടാവും. മൈ ഓൺലി ടാർഗറ്റ് ഇസ് ട്രാഫിക് ബ്ലോക്ക് ആൻഡ് ഒരു സ്വിഫ്റ്റ് മൂവ്മെന്റ് വേണം. അതാണ് നമുക്ക് ടാർഗറ്റ്. നേരിയ മണ്ണിടിച്ചിലുണ്ടായ കുറ്റ്യാടി ചുരത്തിൽ ഇന്നലെ അനുഭവപ്പെട്ടത് രൂക്ഷമായ ഗതാഗത കുരുക്കാണ്. എന്നാൽ താമരശ്ശേരി ചുരത്തിലൂടെ ചെറിയ വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയതോടെ കുറ്റ്യാടി ചുരത്തിലെ ഗതാഗത കുരുക്ക് അഴിഞ്ഞു. ഭാരവാഹനങ്ങൾ കുറ്റ്യാടി, നാടുകാണി, കണ്ണൂർ റോഡുകൾ ഉപയോഗിക്കണമെന്ന ജില്ലാ ഭരണകൂടങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഭാരവാഹനങ്ങൾ കുറ്റ്യാടി ചുരത്തിൽ കൂടി കടന്നു പോകണമെന്നാണ് നിർദ്ദേശം. നിലവിലിപ്പോൾ കുറ്റ്യാടി ചുരത്തിൽ വലിയ ഗതാഗത തിരക്കൊന്നുമില്ല. വാഹനങ്ങൾ സുഗമമായി ചുരത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ദീപക് മോഹനൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.